ഓക്കെ. ഇനി അടുത്തത് PLA കൺട്രോൾ. ഇത് ഓരോന്നും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. അടുത്തത് PLA കൺട്രോൾ, പ്രോഗ്രാമബിൾ ലോജിക് അറേ. സോ ഇവിടെ നമ്മൾ എന്താണ് PLA കൺട്രോൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ എല്ലാത്തിലെയും പോലെ ഓരോ എക്സ്റ്റേണൽ ഇൻപുട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഒരു സീക്വൻസ് രജിസ്റ്റർ ഉണ്ട്. എന്തിനാ ഈ സീക്വൻസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്? ഓരോ സ്റ്റേറ്റിനെയും ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ എക്സ്റ്റേണൽ ഇൻപുട്ട് വെച്ചിട്ട് ഇതൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ഈ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യും? സീക്വൻസ് രജിസ്റ്ററിലോട്ട് കൊടുക്കും. സീക്വൻസ് രജിസ്റ്ററിൽ നിന്നാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്? PLA കൺട്രോളിലോട്ട് അടുത്ത സ്റ്റേറ്റ് പോകുന്നത്. സോ ഇവിടെയും കൺട്രോൾ സിഗ്നൽസ് അല്ലെങ്കിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത്? കറണ്ട് സ്റ്റേറ്റ് പ്ലസ് എക്സ്റ്റേണൽ ഇൻപുട്ട് എന്താണോ ഈ രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കൺട്രോൾ സിഗ്നൽ ഈ PLA കൺട്രോൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് PLA കൺട്രോളിൽ എഴുതേണ്ടത്. സോ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ ഫിഗർ വരച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുക. അല്ല എങ്കിൽ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു essay ക്വസ്റ്റ്യൻ കൊടുക്കും. അപ്പൊ അതിനകത്തും എല്ലാത്തിന്റെയും ഫിഗറും വേണം, എക്സ്പ്ലനേഷനും വേണം. അടുത്തതാണ് എന്ത്? മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ എന്ന് പറയുന്നത്. മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോളറിനകത്തും മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു കൺട്രോൾ അഡ്രസ് രജിസ്റ്ററും നെക്സ്റ്റ് അഡ്രസ് ജനറേറ്ററും കൺട്രോൾ മെമ്മറിയുമാണ്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് കൺട്രോൾ മെമ്മറി. കൺട്രോൾ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൈക്രോ ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെമ്മറിയാണ് എന്ത്? കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ നമ്മൾ ആദ്യത്തെ ഒരു ഇൻസ്ട്രക്ഷൻ എടുത്തു. ഫസ്റ്റ് I1 എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എടുത്തു. അടുത്തത് I2 എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അടുത്ത I3 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് വെച്ചു. നമ്മൾ I1നെയാണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ I2 എന്ന് പറയുന്ന അടുത്ത ഇൻസ്ട്രക്ഷൻ എടുക്കണമെങ്കിൽ അതിന്റെ അഡ്രസ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്യുന്ന ആളാണ് നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഈ അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്തിട്ട് എവിടെ കൊടുക്കും? കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ CAR കൊടുക്കും. കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ കൊടുക്കും. നമ്മൾ മറ്റേ പ്രോഗ്രാം കൗണ്ടർ ഉണ്ട് അങ്ങനെ പറയത്തില്ല, അതുപോലെ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലായിരിക്കും ആര് കൊടുക്കുക? നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിന് ഇക്വലന്റ് ആയിട്ട് പ്രോസസിംഗ് യൂണിറ്റിൽ പഠിച്ചത് എന്താണ്? മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ ഒരു കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ഉണ്ട്. അതിലോട്ടായിരിക്കും അഡ്രസ്സിനെ സ്റ്റോർ ചെയ്ത് കൊടുക്കുക. ആ അഡ്രസ്സിൽ നിന്നായിരിക്കും കൺട്രോൾ മെമ്മറിയിൽ നിന്ന് അടുത്ത ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്യുക. ഇതാണ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റിനകത്ത് പറയേണ്ടത്. സോ ഇത് നമ്മൾ ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. ഇപ്പൊ കൺട്രോൾ വേരിയബിൾസ് ദാറ്റ് ആർ റെപ്രസെന്റഡ് ബൈ സ്ട്രിങ്സ് ഓഫ് വൺസ് ആൻഡ് സീറോ, അതിനെയാണ് കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കൺട്രോൾ വേർഡ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇൻസ്ട്രക്ഷനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു മൈക്രോ ഇൻസ്ട്രക്ഷനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സീക്വൻസ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷനെ പറയുന്ന പേരാണ് മൈക്രോ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ മൈക്രോ പ്രോഗ്രാം നമ്മൾ എവിടെയാണ് സേവ് ചെയ്തിട്ടുണ്ടാവുക? കൺട്രോൾ മെമ്മറിയിലാണ് സേവ് ചെയ്തിട്ടുണ്ടാവുക. കൺട്രോൾ മെമ്മറിയിൽ നിന്നും അതിന്റെ അഡ്രസ്സ് കിട്ടുന്നത് എവിടെ നിന്നാണ്? കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ നിന്നാണ് കിട്ടുന്നത്. കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് ആ അഡ്രസ്സ് കൊടുക്കുന്നത് ആരാണ്? നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ ആണ്. ഓക്കെ. അപ്പൊ കൺട്രോൾ യൂണിറ്റിന്റെ ഡിസൈനിങ്ങിൽ വരുന്ന 4 മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആദ്യം പറഞ്ഞത് എന്താണ്? വൺ ഫ്ലിപ്പ് ഫ്ലോപ്പർ സ്റ്റേറ്റ് മെത്തേഡ്. രണ്ടാമത്തത് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് PLA കൺട്രോള്. നാലാമത്തെ മെത്തേഡ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ. എല്ലാത്തിലും ഫിഗറും ഉണ്ട്, എക്സ്പ്ലനേഷനും ഉണ്ട്. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഒരു essay ക്വസ്റ്റ്യൻ ആണ് മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് നമ്മൾ ഇപ്പൊ പഠിച്ചതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഈ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ. നമ്മൾ ഇവിടെ ഒരു സംഗതി പറഞ്ഞു, നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ എന്ന് പറയുന്ന സംഭവം അല്ലെ.
ഈ നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറയുന്നത്. ആരാണ്? നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ ആണ് മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കൺട്രോൾ യൂണിറ്റിലോട്ട് എന്ത് കൊടുക്കുക, ഈ അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്ത്, കൺട്രോൾ യൂണിറ്റ് അല്ല, കൺട്രോൾ മെമ്മറിയിലോട്ട് അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളെ പറയുന്ന പേരാണ് മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന് 4 രീതിയിൽ അഡ്രസ് ജനറേറ്റ് ചെയ്യാം. 4 രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ 4 രീതി മാത്രം പഠിച്ചാൽ മതി. ഫസ്റ്റ് എന്തായിരുന്നു? കറണ്ട് അഡ്രസ് ഉണ്ട്, കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ ഇപ്പൊ 1000 എന്ന് പറയുന്ന ഒരു അഡ്രസ് ഉണ്ട് എങ്കിൽ അതിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാം. ഇൻക്രിമെന്റ് ചെയ്ത് അടുത്ത അഡ്രസ് ജനറേറ്റ് ചെയ്യാം. അടുത്ത എന്താണ്? ബ്രാഞ്ച് അഡ്രസ് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക ഇൻസ്ട്രക്ഷനിൽ. ഇൻസ്ട്രക്ഷൻ എന്ത് കൊടുക്കുക? ബ്രാഞ്ച് ടാർഗറ്റ് അഡ്രസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇത് വേണ്ട. അടുത്തത് എന്ത് ചെയ്യുക? അടുത്ത ഇൻസ്ട്രക്ഷനിലോട്ട് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അടുത്ത എന്താണ്? സബ് റുട്ടീൻ കോൾസ് വഴി അഡ്രസ് ജനറേറ്റ് ചെയ്യാം. 4 രീതിയിൽ സബ് റുട്ടീൻ കോൾസ് വഴി ജനറേറ്റ് ചെയ്യാം, ബ്രാഞ്ചിങ് വഴി ജനറേറ്റ് ചെയ്യാം, നോർമൽ ട്രാൻസ്ഫർ ഉണ്ടാവാം, അല്ലാതെ ഇൻക്രിമെന്റ് ഉണ്ടാവാം. ഇത്രയും കാര്യങ്ങൾ വഴിയാണ് ഒരു മൈക്രോ പ്രോഗ്രാം സീക്വൻസർ അല്ലെങ്കിൽ നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ എന്ത് ചെയ്യുന്നത്? അഡ്രസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ സബ് റുട്ടീൻ കോൾ എന്താണ്? അത് ഇതിലൊരു ആൻസർ ആയിട്ട് വരുന്നതല്ല, പക്ഷെ സബ് റുട്ടീൻ നമുക്ക് എന്താണെന്ന് അറിയാം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് ഞാൻ മൾട്ടിപ്ലിക്കേഷന് എന്ത് ചെയ്യുന്നുണ്ട്? പലതവണ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ മൾട്ടിപ്ലിക്കേഷന്റെ എനിക്കൊരു വേറെ പ്രോഗ്രാം എഴുതിയിട്ട് ആ പ്രോഗ്രാമിനെ മെയിൻ പ്രോഗ്രാമിൽ എന്ത് ചെയ്താൽ മതി? പലതവണയായിട്ട് കോൾ ചെയ്താൽ മതി. സോ ഇതിനെ പറയുന്ന പേരാണ് സബ് റുട്ടീൻ കോൾ എന്ന് പറയുന്നത്. നമ്മളൊരു സബ് റുട്ടീൻ അല്ലെങ്കിൽ ഒരു സബ് പ്രോഗ്രാം ആയിട്ട് ഒരു പ്രോഗ്രാമിനെ എഴുതി വെക്കും. അത് ആവശ്യമുള്ളപ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യും? അതിനെ മെയിൻ പ്രോഗ്രാമിൽ കൊണ്ടുവന്ന് കോൾ ചെയ്യും. അതിനെയാണ് സബ് റുട്ടീൻ കോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സബ് റുട്ടീൻ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ രജിസ്റ്റർ ആണ്. ഡേറ്റ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്റ്റാക്ക് എന്ന് പറയും. സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്റർ ഒക്കെ വെച്ചിട്ട് സ്റ്റാക്കിലായിരിക്കും ഈ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന്റെ ഫിഗർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഫിഗർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ആ സീക്വൻസറിനകത്ത് വരുന്നത്. അപ്പൊ ഈ സീക്വൻസറിനകത്ത് നമുക്കൊരു കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഈ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ടായിരിക്കും എന്ത് ചെയ്യാം? കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ഉണ്ട്. കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലാണ് നമ്മൾ അഡ്രസ് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ ഈ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് 4 രീതിയിലാണ് അഡ്രസ് വരുന്നത്. മൾട്ടിപ്ലക്സറിന്റെ ഇൻപുട്ട് 0 ആണെങ്കിൽ ഒരു എക്സ്റ്റേണൽ അഡ്രസ് ആയിട്ട് വരും. മൾട്ടിപ്ലക്സറിന്റെ ഇൻപുട്ട് 1 ആണ് എങ്കിൽ എന്ത് വരും? ഒരു സബ് റുട്ടീൻ കോൾ ആയിട്ടായിരിക്കും ഇതിന്റെ അഡ്രസ് വരിക. മൾട്ടിപ്ലക്സറിന്റെ അഡ്രസ് ഇൻപുട്ട് വാല്യൂ 2 ആണ് എങ്കിൽ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കും. മൾട്ടിപ്ലക്സറിന്റെ അഡ്രസ് 3 ആണ് എന്നുണ്ടെങ്കിൽ, അതിന്റെ ഇൻപുട്ട് 3 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ബ്രാഞ്ചിങ് അഡ്രസ് ആയിരിക്കും. സോ ഈ 4 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതായത് മൾട്ടിപ്ലക്സറിന്റെ സെലക്ട് ലൈൻസ് S1 S0യുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. S1ഉം S0യും 00 ആണെങ്കിൽ എക്സ്റ്റേണൽ അഡ്രസ്, 01 ആണ് എങ്കിൽ സബ് റുട്ടീൻ കോള്,
10 ആണ് എങ്കിൽ ഇൻക്രിമെന്റിങ്, 11 ആണ് എങ്കിൽ ബ്രാഞ്ച് അഡ്രസ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ദാറ്റ് ഈസ് അതാണ് ഈ ടേബിളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോ S1 S0 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ മൾട്ടിപ്ലക്സറിൽ കൊടുത്തിരുന്ന ഇൻപുട്ട് ആണ്. അതിന്റെ വാല്യൂ 00 ആണ് എങ്കിൽ എക്സ്റ്റേണൽ അഡ്രസ് ആയിരിക്കും കറണ്ട് അഡ്രസ് രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യുക, കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യുക. 01 ആണെങ്കിൽ സബ് റുട്ടീൻ കോൾ, അതാണ് SR എന്ന് പറഞ്ഞിട്ടുള്ളത്. 10 ആണെങ്കിൽ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കും. ഇതാ 10 ആണെങ്കിൽ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കും. 11 ആണെങ്കിൽ ബ്രാഞ്ച് ടാർഗറ്റ് അഡ്രസ് ആയിരിക്കും കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്? 00 ആണ് എങ്കിൽ എക്സ്റ്റേണൽ അഡ്രസ് ആണ്. 01 ആണ് എങ്കിൽ എന്താണ്? സബ് റുട്ടീൻ അഡ്രസ് ആയിരിക്കും. 10 ആണ് എങ്കിൽ ഇൻക്രിമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. 11 ആണ് എങ്കിൽ എന്താണ്? ബ്രാഞ്ച് ടാർഗറ്റ് അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. ഈ 4 പോയിന്റും അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്കിത് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആവണം. ഇനി ഇതിനകത്ത് വരുന്ന ബാക്കി ഇൻപുട്സ് എന്ന് പറയുന്നത് I2, I1, I0 ആൻഡ് T ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം ഈ മിഡിൽ പോർഷനിലുള്ള I1ഉം I0യും എടുക്കാം. അവിടെ നിങ്ങൾ എന്ത് ഫില്ല് ചെയ്യുക? 0, 1, 2 ഇത്രയും ഫില്ല് ചെയ്യാം. ആരെയൊക്കെ ഫില്ല് ചെയ്യണം? 0, 1, 2 ഇത്രയും ഫില്ല് ചെയ്തിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡോണ്ട് കെയർസ് കൊടുക്കും. അവിടെ എന്ത് വാല്യൂ വന്നാലും ഈ ഔട്ട്പുട്ടിന് ഒരു എഫക്റ്റും ഇല്ല. ഓക്കെ, ഇനി അതിനുശേഷം നടുക്കത്തെ വാല്യൂസ് എല്ലാം എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? എല്ലാം 1, 1 അല്ലേ? അതായത് 3 ആണ് നടുക്കത്തെ വാല്യൂസ് എല്ലാം വന്നിരിക്കുന്നത്. ഇനി 3 വരുമ്പോ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്താണ് വന്നിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 0, 1, 2, 3 ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫംഗ്ഷൻ ടേബിള് ഫുള്ള് ഫില്ല് ചെയ്യാൻ പറ്റും. ഈ ഫംഗ്ഷൻ ടേബിളും ഈ ഫിഗറും എന്ത് വേണം? മൈക്രോ പ്രോഗ്രാം സീക്വൻസറിനകത്ത് വേണം. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ I2 വേണം, I1 വേണം, I0 വേണം, T വേണം. അതുപോലെ S1ഉം S0യും വേണം. നമ്മൾ എന്താണ് ഓപ്പറേഷൻ അതും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം 0, 0, 0, 1, 1, 0, 1, 1 വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്പറേഷൻ നടക്കും? 0, 0 ആണെങ്കിൽ എക്സ്റ്റേണൽ അഡ്രസ്, 0, 1 ആണ് എങ്കിൽ സബ് റുട്ടീൻ കോള്, 1, 0 ആണെങ്കിൽ ഇൻക്രിമെന്റ്, 1, 1 ആണെങ്കിൽ എന്താണ്? ബ്രാഞ്ച് ടാർഗറ്റ് അഡ്രസ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ എങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യും? ആദ്യം എന്ത് കൊടുക്കുക? നടുക്കത്തെ ഈ 2 എണ്ണം എടുക്കുക. ആദ്യം അവിടെ 0, 0, 0, 1, 1, 0 അതായത് 0യും 1ഉം 2ഉം അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡോണ്ട് കെയർസ് കൊടുക്കുക. ഇനി ബാക്കി എല്ലാം വന്നിരിക്കുന്നത് എന്തായിരിക്കും? 1, 1 ആയിരിക്കും ബാക്കിയെല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ ഈ 1, 1ന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നിങ്ങൾ എന്ത് കൊടുക്കണം? 0, 0, 0, 1, 1, 0, 1, 1 അതായത് 0, 1, 2, 3 ഇങ്ങനെ കൊടുക്കും. സോ ഇങ്ങനെ വേണം ഈ ഫംഗ്ഷൻ ടേബിൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ? ഫില്ല് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇതാണ് മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറയുന്നത്. മൈക്രോ പ്രോഗ്രാം സീക്വൻസർ ആക്ച്വലി എന്താണ്? നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ ആണ്. കൺട്രോൾ മെമ്മറിയിൽ നിന്നും അടുത്ത മൈക്രോ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് അഡ്രസ് കൊടുക്കുന്ന ആളാണ് നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ അല്ലെങ്കിൽ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.